ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫ്ലോറൻസ് അക്കാഡമി. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഒരുപാട് പേര് നമ്മളോട് ഡൗട്ട് ചോദിക്കാറുള്ളതാണ്. റേഡിയോഗ്രാഫേഴ്സ് അവരുടെ സ്പെഷ്യലൈസേഷൻ എന്തോ ആവട്ടെ, ഇപ്പോൾ എക്സ്റേ ടെക്നീഷ്യനോ അല്ലെങ്കിൽ MRIയോ അല്ലെങ്കിൽ CT സ്കാനോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ബേസിക്കായിട്ടൊരു റേഡിയോഗ്രാഫർക്ക് എങ്ങനെ UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അവിടെ ഒരു രജിസ്റ്റേർഡ് റേഡിയോഗ്രാഫറായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അതേപോലെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റായിട്ട് റേഡിയോഗ്രാഫേഴ്സിനെയും UK ഷോർട്ടേജ് ജോബ് ലിസ്റ്റ് ഓപ്പണിങ്സിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേഡിയോഗ്രാഫേഴ്സിനെയും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കാരണം കൊണ്ട് ഇപ്പോൾ നമുക്ക് മുമ്പത്തെക്കാട്ടിയും UK പോകാനും അവിടെ വർക്ക് ചെയ്യാനും ജോലി കിട്ടാനുമുള്ള ചാൻസസ് കൂടുതലാണ് ഓവർസീസ് റേഡിയോഗ്രാഫേഴ്സിന്, ഇൻക്ലൂഡിങ് ഇന്ത്യൻസ്, കേരളൈറ്റ്സ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം, ഓവർസീസ് കാൻഡിഡേറ്റ്സ്, പ്രത്യേകിച്ച് നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്നുള്ള കാൻഡിഡേറ്റ്സ് ആകുമ്പോൾ ബേസിക് റിക്വയർമെൻറ്റ് എന്തായിരിക്കും? നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി നമ്മൾ തെളിയിക്കണം, അല്ലേ? ഇപ്പോൾ പ്രസൻ്റ്ലി UK റേഡിയോഗ്രാഫേഴ്സിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി തെളിയിക്കാൻ 2 ടെസ്റ്റുകൾ എഴുതാം. ഒന്നെങ്കിൽ IELTS അല്ലെങ്കിൽ TOEFL. അപ്പോൾ IELTS ആകുമ്പോൾ നമുക്കറിയാം, മെഡിക്കൽ പ്രൊഫഷൻസിനെല്ലാം IELTS അക്കാഡമിക്കാണ് നോർമലി എഴുതുക. അപ്പോൾ IELTSൽ നമുക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത്, റേഡിയോഗ്രാഫേഴ്സിന് വേണ്ടത് ഓവറോൾ ബാൻഡ് സ്കോർ 7 വേണം. ഒപ്പം തന്നെ ഒറ്റ മോഡ്യൂളിലും 6.5 താഴെ എന്ത് ചെയ്യരുത്, സ്കോറ് കുറയാൻ പാടില്ല. സോ വി നീഡ് ഓവറോൾ ബാൻഡ് 7 ആൻഡ് ഇൻഡിവിജ്വൽ സ്കോർസ് ഇൻ ഈച്ച് മോഡ്യൂൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6.5. മനസ്സിലായോ? അപ്പോൾ ഓവറോൾ ബാൻഡ് സ്കോർ 7, ഒപ്പം തന്നെ ഇൻഡിവിജ്വൽ മോഡ്യൂൾസിലത്തെ സ്കോറുകൾ 6.5 കുറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി തെളിയിക്കാനുള്ള സ്കോറായി. ഇനി നമുക്ക് IELTSന് പകരം വേണമെങ്കിൽ TOEFLും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പം അങ്ങനെ നമ്മൾ TOEFL ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് 120ൽ 100 പോയിൻറ്റ്സ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്തു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഈസ് ഓക്കെ. നെക്സ്റ്റ് നമുക്കറിയാം, എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ UK ആണെങ്കിൽ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ് അങ്ങനത്തെ ജോബ്സിനൊന്നും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മിനിമം റിക്വയർഡ് എക്സ്പീരിയൻസ് അവർ പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏതാണെങ്കിൽ അത് നമ്മുടെ ഒരു UK സ്റ്റാൻഡേർഡായിട്ട് മീറ്റ് ചെയ്യാവുന്ന ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആയിരിക്കണം. അത്രയും മാത്രമേ അവർ ബേസിക്കായിട്ട് പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കും. ഇവിടെ മിനിമം ഇത്ര എക്സ്പീരിയൻസ് വേണമെന്ന് അവർ നിർബന്ധമായിട്ട് പറയുന്നില്ല. പക്ഷേ അതേസമയം നമുക്കൊരു 6 months to 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമുക്കത് ആവശ്യം വരിക ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ്. കാരണം എംപ്ലോയേഴ്സ് എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടുതൽ പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ മിനിമം ഒരു 6 to 1 year എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അതേസമയം കൃത്യമായിട്ട് ഇത്ര മിനിമം എക്സ്പീരിയൻസ് വേണം അങ്ങനെ UK പറയുന്നില്ല. അപ്പോൾ UK വേണ്ടി അവർ പറയുന്നത്, ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി മീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു IELTS അല്ലെങ്കിൽ TOEFL നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, നമ്മൾ ബാക്കി എല്ലാ കോഴ്സുകൾക്കും പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് UK ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അപ്പോൾ ഈ IELTS അല്ലെങ്കിൽ TOEFL ടെസ്റ്റ് എഴുതി നമുക്കൊരു ആ ഒരു ബേസിക് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യാൻ കടക്കാം. അത് നമുക്കറിയാം, അതായത് HCPC, ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് കൗൺസിൽ. ഈ കൗൺസിലാണ് റേഡിയോഗ്രാഫേഴ്സ്, ഡയറ്റീഷ്യൻസ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ പെട്ട ആളുകൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ HCPC
സൈറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോട് ചോദിച്ചും എന്ത് ചെയ്യാം, ചെയ്യാം. അപ്പോൾ അതിൽ നമ്മുടെ ഇൻ്റർനാഷണൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതിലാണ് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരിക. ഞാൻ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ഈ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ഫോമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതായത് ആ ഒരു ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൽ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, IELTS സ്കോർ, അതെല്ലാം നമ്മൾ എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മളത് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായോ? അതിനുശേഷം ഒപ്പം തന്നെ ഒരു ചെറിയൊരു സ്ക്രൂട്ടനിങ് ഫീ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. അത് വളരെ കുറച്ച് എമൗണ്ട് ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഒരു കൺഫർമേഷൻ ലെറ്ററും അതേപോലെ ഒരു റഫറൻസ് നമ്പറും നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ അപ്ലിക്കേഷൻ അവർ പ്രോസസ്സിങ്ങിന് കൺസിഡർ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അങ്ങനെ വൺസ് അവർ പ്രോസസ്സിങ്ങിന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യായി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സിങ് ഫീ എന്ത് ചെയ്യണം, പേ ചെയ്യണം. അപ്പോൾ അത് ഏകദേശം ഒരു മീൻസ് രജിസ്ട്രേഷൻ ഫീ അല്ലെങ്കിൽ പ്രോസസ്സിങ് ഫീ എന്ന് പറയുന്നത് ഏകദേശം ഒരു £496 ആണ് എന്ത് ചെയ്യുക വരുന്നത്. ആ പ്രോസസ്സിങ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതേപോലെ എക്സ്പീരിയൻസ്, അതേപോലെ ട്രെയിനിങ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവർ അസസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ DHAക്കും ഹാഡിനൊക്കെ അസസ്മെൻറ്റ് ചെയ്യുന്നത് പോലെ അത് ജെനുവിൻ ആണോ, അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയുണ്ട്, അത് അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും അവസാനം ഡിസിഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെറ്റർ കിട്ടും. ആ ഡിസിഷൻ ലെറ്റർ എന്താണ് ശരിക്കും കാണിക്കുന്നത്, നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ അപ്ലിക്കേഷൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ സ്വീകരിച്ചോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോ എന്നാണ് ആ ഡിസിഷൻ ലെറ്ററിൽ എന്ത് ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ രജിസ്ട്രേഷൻ സ്വീകരിച്ചെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓക്കെയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്ത് നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി ജോബിൻ്റെ കാര്യങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. നോർമലി ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഒരു 60 days എന്നൊക്കെയാണ് അവർ പറയുക. പക്ഷേ പലപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡൊക്കെ ആയ കാരണം കൊണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിലും ഒരു 5 to 8 months ഒക്കെ പലർക്കും എടുത്തു എന്ന് വരും, പല കാരണങ്ങൾ കൊണ്ട്. എന്തായാലും ഒരു 8 months ഉള്ളിലൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാറ്റസ് വരിക. അപ്പോഴാണ് നമ്മൾ £496 പ്രോസസ്സിങ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിങ് സ്റ്റേജിലേക്ക് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അപ്ലിക്കേഷൻ അവർ ഇനീഷ്യൽ പ്രോസസ്സിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അതിൻ്റെ കാരണം സാധാരണ രീതിയിൽ നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റീസബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ മിനിമം ഒരു എന്തായാലും 6 to 8 months പലപ്പോഴും എടുക്കാറുണ്ട്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് ഇവരൊക്കെ ഈ ഒരു HCPC കൗൺസിലിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് അവിടെ ഏതൊക്കെ മേഖലയിലാണ് ജോബ്സ് കിട്ടുക. നമുക്കറിയാം ഇപ്പോൾ റേഡിയോഗ്രാഫർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് അല്ലേ. എക്സ്റേ ടെക്നീഷ്യൻ, MRI, CT അല്ലെങ്കിൽ ഫ്ലൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ചിട്ട്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസും അനുസരിച്ചിട്ട് അതിലേതെങ്കിലും ഒരു വിഭാഗത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ജോബ് എന്ത് ചെയ്യുക കിട്ടുന്നത്. ഹോപ്പ് എവരിവൺ ഈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, നെക്സ്റ്റ്
നമുക്ക് അങ്ങനെ ഒരു ഈ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ രജിസ്ട്രേഷന് മുമ്പും നമുക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് ജോബ് കിട്ടി നമുക്ക് അവിടെ എത്തുമ്പോൾ എത്ര നാളത്തേക്കുള്ള വർക്ക് പെർമിറ്റ് ആണ് നമുക്ക് കിട്ടുക? നമുക്കറിയാം റേഡിയോഗ്രാഫർ ആയിട്ടുള്ള ജോബ് നമുക്ക് NHS ട്രസ്റ്റിൻ്റെ കീഴിലും കിട്ടും, അതേപോലെ അവിടെ തന്നെ പ്രൈവറ്റ് ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. സാധാരണ NHS ഹോസ്പിറ്റൽസിലാണ് നമുക്ക് റേഡിയോഗ്രാഫറായിട്ട് ജോബ് കിട്ടുന്നെങ്കിൽ 3 കൊല്ലം 3 years ആണ് നോർമലി നമുക്ക് വർക്ക് പെർമിറ്റ് അവർ അടിച്ചു തരിക. നേരെ മറിച്ച് പ്രൈവറ്റ് മേഖലയിലാണ് നമുക്ക് ജോബ് കിട്ടുന്നതെങ്കിൽ പലപ്പോഴും 5 year അവർ വർക്ക് പെർമിറ്റ് നമുക്ക് തരാറുണ്ട്. അങ്ങനെ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഇനി ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എങ്ങനെ അറ്റൻഡ് ചെയ്യും? നമുക്കറിയാം ഇപ്പോൾ നേഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലെ ബൾക്കായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് റേഡിയോഗ്രാഫേഴ്സിന് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷനും കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അത് നമ്മുടെ താല്പര്യം പോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ചെയ്യാം, അതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാം. കാരണം എപ്പോഴും രജിസ്ട്രേഷൻ നേരത്തെ ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റഡ് ആണ് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ജോബിന് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ സമയം പിന്നെയും കുറച്ച് വൈകും. അപ്പോൾ ഇൻ്റർവ്യൂസ് ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സക്സസ് ആവുകയാണെങ്കിൽ നമുക്കിപ്പോൾ UK പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ദുബായ്, UAE അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇടയ്ക്ക് ഇൻ്റർവ്യൂസ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ആയിരിക്കും പലപ്പോഴും. അവിടുത്തെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ട്രസ്റ്റുകൾ നടത്തുന്ന ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനും ബാക്കി അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യാനും കാര്യമായിട്ട് പൈസ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഇൻ്റർവ്യൂസ് കണ്ടെത്തി അതിൽ പങ്കെടുക്കണം. ബൾക്കായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു എഫോർട്ട് എടുത്ത് നമ്മൾ ഇപ്പോൾ ചിലരൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആ ഇൻ്റർവ്യൂസ് മനസ്സിലാക്കി അത് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ആയ കാരണം കൊണ്ട് കാര്യമായിട്ട് പൈസ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വരുന്ന ഒരു മെയിൻ പൈസ ചിലവ് എന്ന് പറയുന്നത് ആകെ കൂടി നമ്മുടെ HCPC രജിസ്ട്രേഷനാണ്. അത് ഏകദേശം ഒരു 496 pounds ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അല്ലേ, ഏകദേശം എന്തായാലും ഒരു 50,000-ന് താഴെയായിട്ടാണ് വരുന്നുള്ളൂ. ഇനി നമുക്ക് അവിടെ പോയിട്ട് ജോബ് കിട്ടി ആദ്യത്തൊരു മിനിമം 3 മാസമെങ്കിലും നമ്മളൊരു പ്രൊബേഷൻ പീരീഡ് പോലെ ആയിരിക്കും. അത് പല ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖല, ഗവൺമെൻറ് മേഖല അങ്ങനത്തെ സ്ഥലങ്ങളിൽ പലതും പല പോലെയാണ്. ഇപ്പം മിനിമം ഒരു 3 മാസമെങ്കിലും 3 മാസമെങ്കിലും പ്രൊബേഷൻ പോലെ ആയിരിക്കും. ചിലയിടത്ത് ഒരു 6 മാസം വരെ അല്ലെങ്കിൽ 8 മാസം വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാലാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ശരിക്കും അവിടെ വർക്ക് ചെയ്യാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുവരെ നമുക്ക് നോർമൽ ഡ്യൂട്ടീസാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ ഹോളിഡേയ്സിലുള്ള വർക്ക് അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് എക്സ്ട്രാ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുക. ഒപ്പം തന്നെ സാലറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി റേഡിയോഗ്രാഫേഴ്സിന് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും ബാൻഡ് 5 അല്ലെങ്കിൽ ബാൻഡ് 6 ആയിരിക്കും അവരുടെ സ്റ്റാർട്ടിങ് സാലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സാലറി സ്റ്റാർട്ടിങ് തന്നെ ലഭിക്കുന്നതാണ്. ഇനി ചിലർ ചോദിക്കാനുള്ള ഡൗട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടി നമ്മളവിടെ ജോബ് ചെയ്യുകയാണ്. ആ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കഴിയുന്നതിനെക്കാട്ടി മുമ്പ് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോബ് നോക്കിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോർമലി നമുക്ക് ആ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ വേറെ സ്ഥലങ്ങളിൽ ജോബ് നോക്കി നമുക്കത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക. ഇനി അതിന് മുമ്പ് ഈ വർക്ക് പെർമിറ്റ് ഉള്ള സമയത്ത് തന്നെ നമ്മുടെ ടൈം പീരീഡിന് മുമ്പ് നമുക്ക് വേറെ എവിടെയെങ്കിലും ജോബ് നോക്കി കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മളൊരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഈ ജോബിനുള്ള വരവ് നമ്മുടെ എക്സാമിൻ്റെ ഫീ ഒക്കെ പലപ്പോഴും അവർ റീഫണ്ട് ചെയ്ത് തരും. അങ്ങനത്തെ പല കാര്യങ്ങൾക്കായിട്ട് കുറച്ച് എമൗണ്ട് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമ്മളിപ്പോൾ 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ കൊല്ലം കഴിയുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 75% കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ കൊല്ലം കഴിയാറാവുമ്പോഴാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 50%
ഇനിയിപ്പോൾ മൂന്നാമത്തെ കൊല്ലമാണ് നമ്മൾ വേറെ സ്ഥലത്ത് ജോബിന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു 25% അങ്ങനെ നമ്മളൊരു കോമ്പൻസേഷൻ പോലെ കൊടുക്കേണ്ടി വരും ഈ വർക്ക് പെർമിറ്റിന് മുമ്പ് നമ്മൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതല്ല അവിടുത്തെ ഉള്ളതാണ്, അറിയാലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലയിൽ ഈ യു കെയിലത്തെ ഷോർട്ടേജ് ജോബ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ റേഡിയോഗ്രാഫേഴ്സിനെ ഉൾപ്പെടുത്തിയ കാരണം കൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും ഇപ്പോൾ യു കെയിലേക്കുള്ള ജോബ്സ് ട്രൈ ചെയ്യാൻ നമ്മുടെ ഓവർസീസ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിങ് ഇന്ത്യൻ സ്കാലൈറ്റ്സ് ഒക്കെ എളുപ്പമാണ്. ഒപ്പം തന്നെ OET ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിന് OET എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ HCPC റേഡിയോഗ്രാഫേഴ്സിൻ്റെ ജോബിനായിട്ട് ഇപ്പോൾ പ്രസൻ്റ്ലി OET അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അടുത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫാർമസിസ്റ്റുകൾക്ക് അക്സെപ്റ്റ് ചെയ്തു, അതേപോലെ അടുത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ പ്രസൻ്റ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ IELTS അല്ലെങ്കിൽ ടോഫലാണ് പ്രസൻ്റ്ലി നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, എഴുതേണ്ടി വരിക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂസിൻ്റെ കേസസ് ഞാൻ പറഞ്ഞു. നമുക്കൊന്നെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് ഇൻ്റർവ്യൂസ് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. പക്ഷേ പലപ്പോഴും കുറച്ചുകൂടി നല്ലത് നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടതായിരിക്കും. കാരണം നമുക്ക് ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാലാണ് നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ 100% അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റേഡിയോഗ്രാഫി കാൻഡിഡേറ്റ്സിന് യു കെയിൽ ഉള്ള വേക്കൻസികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മുടെ നഴ്സസും ഡോക്ടേഴ്സും ഫാർമസിസ്റ്റുകളൊക്കെ യു കെയിൽ പോയി സെറ്റിലിംഗ് ആൻഡ് വർക്ക് ചെയ്യുന്നത് പോലെ റേഡിയോഗ്രാഫേഴ്സിനും റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫീൽഡിലുള്ള ആളുകൾക്കും കൂടുതൽ പേർക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വിഷ് യു ഓൾ എ ഗുഡ് ഡേ.